MLA മുകേഷിനെതിരായ കേസിൽ അടിയന്തര അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്ന് അഭിഭാഷകൻ ജോ പോൾ. ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. ഇത് തെളിയിക്കുന്ന ഇലക്ട്രോണിക് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. മുകേഷ് എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ലെന്നും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമപോരാട്ടം തുടരുമെന്നും അഭിഭാഷകൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. MLA മുകേഷിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജോ പോളാണ് നമ്മുടെ കൂടെയുള്ളത്. അതായത് ആശ്വാസമായ ഒരു തീരുമാനമാണ് MLAക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് കടന്നത്? കോടതി തൽക്കാലത്തേക്ക് 5-6 ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അതൊരു ഇൻട്രീം ബെയിലല്ല. ഒരു അറസ്റ്റ് തടഞ്ഞൊരു ഉത്തരവുണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് MLAയെ സംബന്ധിച്ചിടത്തോളം MLA കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവുകൾ അഭിഭാഷകനുമായിട്ട് സംസാരിച്ച് ചെയ്യാനും മറ്റ് കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. MLA എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയല്ലേ. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിച്ചോട്ടത്തിൻ്റെ സാഹചര്യമില്ല. ഒരു ഒളിച്ചോടുന്ന അബ്സ്കോണ്ട് ചെയ്യുന്നൊരു പ്രതിയെ പോലെ അദ്ദേഹത്തെ കാണേണ്ടതുമില്ല. 15 വർഷം മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു പരാതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറസ്റ്റിൻ്റെ ആവശ്യമില്ല. വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രം അറസ്റ്റ് എന്ന് കോടതി ധരിച്ചിട്ടുണ്ടാവാം. എന്താണ് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രധാനമായും ഹാജരാക്കാൻ കഴിയുന്നത്? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചാനലിൽ പറയേണ്ടതല്ല. കോടതി പറയുന്ന കാര്യങ്ങൾ സബ്ജുഡീസാണ്. അത് നമ്മൾ പുറത്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് പരാതിക്കാരി എന്ന് പറയുന്ന ഒരു നിയമവിരുദ്ധ ധാരണയാണ്. അവർ 15 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഇത്രയും ലേറ്റായിട്ടൊരു പരാതി പറയുമ്പോൾ, അതും 7 പേർക്കെതിരെ പരാതി പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്ര നാൾ പറഞ്ഞില്ല എന്നുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന റേപ്പിനെ സംബന്ധിച്ച ഒരു കേസാണെങ്കിൽ അന്ന് തന്നെ ഒരു അറസ്റ്റ് ചെയ്യുക, പിറ്റേന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആളിൽ നിന്ന് മെഡിക്കൽ എവിഡൻസ് അടക്കം നമുക്ക് ശേഖരിക്കാനാകും. അത്തരത്തിലുള്ളൊരു തെളിവ് ശേഖരത്തിൻ്റെ സാധ്യത ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെയിലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് MLA കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു കേസ് MLAക്കുണ്ട്. കാരണം അത് തൻ്റെ നിരപരാധിത്വം വെളിവാക്കാനായിട്ട് അദ്ദേഹം ശേഖരിക്കാവുന്ന തെളിവുകളുമായിട്ട് കോടതിയെ സമീപിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയുന്നത് അനുചിതമാണെന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് ശരി. തീർച്ചയായിട്ടും തെളിവുകൾ അദ്ദേഹത്തിന് ശേഖരിക്കാൻ പറ്റുന്ന, കാരണം 15 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പ്രതിയുടെ സൈഡിൽ നിന്നാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെല്ലാമാണോ കളക്ട് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും അത് കോടതിയിൽ ഹാജരാക്കുകയും അത് കോടതിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. സത്യം ജയിക്കണം. എൻ്റെ ഹർജിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട്, ഹർജിക്കാരന് നീതി ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ബെയിൽ ഈസ് ഓർഡർ, നോട്ട് ജയിൽ. ഒരു ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും. അത് തെറ്റാണ് അല്ലെങ്കിൽ അത് സംശയത്തോടെ കണ്ട് അതിൻ്റെ നിരപരാധിത്വത്തിലേക്ക് ഒരാളെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ ശ്രമകരമായ അധ്വാനത്തിലാണ് ഞങ്ങൾ. ക്യാമറമാൻ രാജുവിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.